ആൾക്കൂട്ട മർദ്ദനത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ആ തൊഴിലാളിയുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ്. മോഷ്ടാവ് എന്നാരോപിച്ചായിരുന്നു ഛത്തീസ്ഗഡിലെ രാമനാരായണൻ ഭയ്യെ മണിക്കൂറുകളോളം ആൾക്കൂട്ടം കൈകാര്യം ചെയ്തതും അയാളുടെ മരണം സംഭവിച്ചതും. വളയാറിൽ നിന്ന് ഐഷത്തുൽ ഷംന ചേരുന്നു. ഷംന, കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് അതിദാരുണമായ ഒരു സംഭവം ലോകം അറിയുന്നത്. അതായത് ബുധനാഴ്ച രാത്രിയോടുകൂടി ആൾക്കൂട്ടം ചേർന്ന് ഒരു യുവാവിനെ കള്ളൻ എന്ന് ആരോപിച്ചുകൊണ്ട് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. നമ്മൾ അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെ കണ്ടതാണ്. അതിനുശേഷം ഇയാൾ അവശനിലയിലാകുന്നു. തുടർന്ന് പിന്നീട് ബോധരഹിതനാവുന്നു. പോലീസൊക്കെ എത്തി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഏകദേശം അയാളുടെ ഈ ആന്തരിക അവയവങ്ങൾക്ക് ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഗുരുതരമായ രക്തസ്രാവം ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ആശുപത്രിയിൽ നമുക്ക് ലഭിച്ച വിവരം. നമ്മൾ എന്തായാലും ഈ സംഭവം നടന്ന സ്ഥലത്തുണ്ട്. ഇവിടെ പ്രദേശവാസികൾ ഉൾപ്പെടെ നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ മെമ്പറാണ് കൂടെയുള്ളത്. ബാബു ചേട്ടൻ, എന്താണ് ആ സമയത്ത് സംഭവിച്ചത്? ഏകദേശം ഒരു 2:30 സമയത്താണ് ഇതുപോലെ സംശയാസ്പദമായിട്ട് ഒരു അന്യ സംസ്ഥാനത്തിൽ നിന്നും വന്നിട്ടുള്ള, ഛത്തീസ്ഗഡ് പറഞ്ഞ സംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുള്ള നാരായണൻ പറഞ്ഞ ആള് ഇവിടെ കാണപ്പെട്ടത്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വടിയും അതുപോലെ തന്നെ കല്ലും കാണപ്പെട്ടു എന്നുള്ളതിനാണ്. അതിവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് ഇദ്ദേഹം ദേശീയപാതൻ്റെ ആ ഭാഗത്തുനിന്ന് ഉൾപ്രദേശമായിട്ട് ഇങ്ങനെ നടന്ന് വരികയായിരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിലും പല ആളുകളും ഇതുപോലെ കണ്ടിട്ടുണ്ട്. മൂപ്പര് വരുമ്പോൾ സമയത്ത് വീടുകളുടെ ഇടയിൽ കൂടിയൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന് ആ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അദ്ദേഹത്തിനെ ആ നാട്ടുകാരവിടെ കണ്ടത്. പിന്നെ ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ആ പ്രദേശത്തും ഇദ്ദേഹം നെൽപ്പാടങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെ നടന്നു പോയിട്ട് അവിടെയും ഇതുപോലെ ഭീതി വന്നിട്ടുണ്ട്. നടന്നു പോവുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ, ഇയാളെ എവിടെയും വീട് കയറി മോഷ്ടിച്ചിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു സംശയം മാത്രമായിരുന്നോ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്? അത് സംശയം ഉണ്ടായിട്ടുണ്ട്. സംശയത്തിന്റെ പുറത്താണോ ഇയാൾ ഇത്രയും മണിക്കൂറുകളോളം വിചാരണ? അതായത് എന്തുകൊണ്ട് അങ്ങനെ വെച്ചാൽ മൂപ്പൻ്റെ സ്വഭാവം അതൊക്കെ കാണുന്നത് അത്തരത്തിലുള്ളത്. അത് വീട് കയറുന്ന സമയം ഒരു പരിചയമില്ലാത്ത വീടുകളിൽ കയറുന്നതിൻ്റെ ഒരു ഭീതിയും ജനങ്ങൾക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനാണ്. മർദ്ദനത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നത് അതായത് അദ്ദേഹം ഭാഷ ഒരു വിഷയം തന്നെയാണല്ലോ. നമ്മൾ നാട്ടുകാർ ചോദിക്കുന്നതും അദ്ദേഹം പറയുന്ന മറുപടിയും അതുപോലെ തന്നെ മൂപ്പൻ്റെ കയ്യിലുള്ള കല്ലും വടിയും ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു അത്തരത്തിലുള്ള അതിൻ്റെ സംഭവം ഉണ്ടായിരുന്നതാണ്. സംശയത്തിന്റെ പുറത്താണ് എന്തായാലും ഈ ഒരു വിചാരണ നടക്കുന്നത്. അതെ അത് തന്നെയാണ് ഈ എന്തായാലും ഇപ്പോൾ ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് അങ്ങേയറ്റം സങ്കടകരം എന്ന് പറയാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഒരു സംശയത്തിന്റെ പുറത്ത് മാത്രമാണ് ഈ രാംനാരായണനെ ഈ ആളുകൾ ചേർന്ന് ഇവിടെ തടഞ്ഞു വെക്കുന്നതും മണിക്കൂറുകൾ നീണ്ട ഒരു വിചാരണയിലേക്കും അത് പിന്നീട് മർദ്ദനത്തിലേക്കും കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഈ രാംനാരായണനെ കുറിച്ച് ഇപ്പോൾ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഇയാൾ പാലക്കാട്ടെ കഞ്ചിക്കോട് കിൻഫ്രയിൽ ജോലി തേടി എത്തിയതായിരുന്നു. ഒരാഴ്ച മുൻപാണ് പാലക്കാട് എത്തുന്നത്. അതിനുശേഷം പിന്നെ വഴി തെറ്റിയാണ് ഈ മേഖലയിലേക്ക് എത്തുന്നത് എന്ന വിവരമുണ്ട്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ 15 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.